ആസ്മ അലർജിയുള്ള രോഗികളിൽ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന ജോലി സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്താനും സാധിക്കത്തില്ല. നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടു ബി ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ അലർജി അല്ലെങ്കിൽ ആസ്മ ഉള്ള പേഷ്യൻസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റൂംസ് ഒക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മുടെ ഫാനിലൊക്കെ കുറേ നാൾ പൊടി പിടിച്ച് കിടക്കുമായിരിക്കും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ. പിന്നെയും ഈ അസുഖം വരുമ്പോഴാണോ ഫാൻ ക്ലീൻ അല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഫാനൊക്കെ ക്ലീൻ ചെയ്യുക. അതേപോലെ നമ്മുടെ AC ഫിൽറ്റേഴ്സ് അതിലൊക്കെയുള്ള ഈ പൊടികളെയൊക്കെ ഒന്ന് നമ്മൾ നിത്യേന നമ്മളതിനെ വാച്ച് ചെയ്ത് വീക്ക്ലി വൺസ് അതിനെ ക്ലിയർ ചെയ്യാൻ നമ്മളതിന് ഇനീഷ്യേഷൻ എടുക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊന്നും അറേഞ്ച് ചെയ്യാതെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മോൾസ് ഒക്കെ ഗ്രോ ചെയ്യാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് സൺലൈറ്റ് കാണിച്ചൊക്കെ വെക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അസുഖമൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓടിപ്പോയി വാർഡ്രോബൊക്കെ തുറക്കുമ്പോൾ പെട്ടെന്ന് ഈ മോൾസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ മാറി നിൽക്കുന്ന അസുഖത്തെ വീണ്ടും അത് ക്ഷണിച്ചു വരുത്തുന്ന പോലെയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റൂം കഴിഞ്ഞ പിന്നെ നമ്മുടെ ചുറ്റുമുള്ളത് എന്താ, നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങൾ. ഇപ്പം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡസ്റ്റ് ഫ്രീ ആക്കി. അതേപോലെ തന്നെ ഇപ്പം വീടിനോട് ചേർന്ന് തന്നെ ഇപ്പം ചില ആൾക്കാർ ഇപ്പം ടൈലറിങ് യൂണിറ്റ് വീടിനകത്ത് തന്നെ ഒരു പോർഷൻ പോലെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് ആണ് ഫുള്ള്. ഈ ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചിന്തിക്കുക. അതേപോലെ തന്നെ ഇപ്പം കാർപ്പൻട്രി വർക്ക്സ്, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ വീട് പണിയുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും കാർപ്പൻട്രി വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്. അത് ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ചെയ്യുക. കാരണം ഇന്ന് ഇതിൻ്റെയൊക്കെ പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ ആ പൊടി സാഹചര്യം വീണ്ടും വീണ്ടും ശ്വസിച്ചുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുക, ഈ അസുഖം മാറി നിന്നത് 10 മടങ്ങ് ശക്തിയിൽ വരാൻ ചാൻസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പം വീട്ടിൽ ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമുക്കിപ്പം ഇനി നമ്മുടെ സിറ്റീസിൽ ഇപ്പം ടൗണിലുള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും? ടൗണിലുള്ളത് ഈ പറഞ്ഞ പൊടി തന്നെയാണ്. അത് ഒന്നെങ്കിൽ റോഡ് സൈഡിലായിരിക്കും വീട്, റോഡിൽ നിന്ന് അടിച്ചു കയറുന്ന പൊടി. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ ഇപ്പം ഇമ്പാവർ ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പേഷ്യൻസ് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കരിമൺ പൊടി. അത് അവർ വീട് മുഴുവൻ തളം കെട്ടി കിടക്കും രാവിലെ നോക്കുകയാണെങ്കിൽ. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്ലീൻ ആക്കുവാണെങ്കിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകത്തില്ല. എങ്കിൽ ഈ അസുഖത്തിലും കോംപ്ലിക്കേറ്റഡ് ആക്കത്തില്ല. പക്ഷെ അതിങ്ങനെ ഇഗ്നോർ ചെയ്ത് ഒരു എന്താ പറയുക മാസത്തിലൊന്നോ നല്ല ചെറിയ ക്ലീനിങ് ഒക്കെ നടത്തും. പക്ഷെ ഒരു വീക്ക്ലി വൺസ് ഒരു ഡീപ് ക്ലീനിങ് വേണം ഇതിനൊക്കെ. കാരണം എന്നും പൊടി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഇവർ ശ്വസിക്കുന്നതും ഇവർ താമസിക്കുന്ന ഇതേ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ അസുഖത്തെ എന്നും ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ ട്രിഗറിങ് ഫാക്ടർ കാരണം ചെറിയൊരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ റോഡ് സൈഡിൽ ഞാൻ പറഞ്ഞു നേരത്തെ കർട്ടൻസ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലെൻലിനെസ് ആണ് ഏറ്റവും ഡസ്റ്റ് ഫ്രീ ആക്കി വെക്കുന്ന അന്തരീക്ഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തുള്ളത്. അപ്പോൾ ചോദിക്കും, ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളവർക്ക് പൊടിയല്ലല്ലോ, അപ്പോൾ അവർക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇപ്പം ഗ്രാമീണ അന്തരീക്ഷം മെയിൻലി നോക്കുകയാണെങ്കിൽ വയനാട്, ഇടുക്കി പ്രദേശങ്ങളിൽ അവിടെ ഒരു കാര്യമാണ് തണുപ്പ് ഒരു പ്രശ്നമാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി മേഖല ഏരിയകളാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ഒന്നെങ്കിൽ ഇതിൻ്റെ ഈ കൃഷിയിൽ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ഇതിനൊരു കാരണമായി മാറും. രണ്ടാമത് നോക്കുവാണെങ്കിൽ ഈ ചില മേഖലകളിൽ നെല്ല് കൃഷിയുള്ള പാലക്കാട് ഏരിയയിലൊക്കെ നെല്ല് കൃഷിയുണ്ട്. അപ്പോൾ ഈ ഉൾപ്രദേശങ്ങളിൽ നെല്ല് കൃഷി ചെയ്യുമ്പം അത് പാറ്റുന്ന സമയത്ത് ഈ അസുഖം മാറി നിൽക്കുന്നവർക്ക് അവർ ആ സാഹചര്യത്തിൽ തന്നെയാണെങ്കിൽ അവർക്ക് അസുഖം കൂടും. ഈ സാഹചര്യത്തിൽ തന്നെയാണെങ്കിൽ അവർക്ക് അസുഖം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ജാതിപത്രി ഉണങ്ങുന്ന സമയത്ത് അതൊക്കെ പാറ്റി വാരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്ന ആ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖമൊക്കെ മാറി വന്നതായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം ട്രിഗർ പോലെ. അപ്പോൾ എന്താ കാരണം നമ്മൾ അന്വേഷിച്ച് പുറകെ ചെന്നപ്പോഴാണ് ഇതേപോലെ ജാതിപത്രി ഇങ്ങനെ പാറ്റി വാരി ഉണങ്ങുന്നത് മുകളിലാണ്, വീടിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ പൊടിയായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ആ ഒരു സ്പേസിൽ നിന്നും കുറച്ചൊന്നും ആ സാധനത്തെ മാറ്റി കഴിഞ്ഞപ്പോൾ അവരത് ഫ്രീ ആയി. നമ്മൾ ഈ മരുന്നിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം.